കേരളം 8.5 വർഷത്തോളം നീതിക്ക് വേണ്ടി കാത്തിരുന്ന ദിനം. ഒടുവിൽ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന ചോദ്യം ബാക്കി. എല്ലാ പ്രതികൾക്കും 20 വർഷം കഠിന തടവാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് വിധിച്ചിരിക്കുന്നത്. പ്രതികളുടെ പ്രായം പരിഗണിച്ചാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ വിധിച്ചതെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ പിഴത്തുകയിൽ നിന്ന് നൽകാനും വിധിയിൽ പറയുന്നു. ഇരയുടെ വിവാഹ നിശ്ചയ മോതിരം തിരികെ നൽകണം. കോളിളക്കമുണ്ടാക്കിയ കേസാണിതെന്നും ഒരു പെൺകുട്ടിയുടെ അന്തസ്സിനെ ഹീനമായി ഹനിക്കുന്ന ക്രൂരകൃത്യമാണ് പ്രതികൾ നടത്തിയതെന്നും കോടതി വ്യക്തമാക്കി. ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽ NS, രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി, മൂന്നാം പ്രതി ബി മണികണ്ഠൻ, നാലാം പ്രതി VP വിജീഷ്, അഞ്ചാം പ്രതി വടിവാൾ സലീം എന്ന H സലീം, ആറാം പ്രതി പ്രദീപ് എന്നിവർക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. മുഖ്യപ്രതി പൾസർ സുനിക്ക് ജീവപര്യന്തം തടവ് നൽകണമെന്ന ആവശ്യവും നിരാകരിച്ചാണ് കോടതി എല്ലാ പ്രതികൾക്കും 20 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചത്. അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ പിഴത്തുകയിൽ നിന്ന് നൽകാനും വിധിയിൽ പറയുന്നു. ഒന്നാം പ്രതി സുനിലിന് IT ആക്ട് പ്രകാരം 5 വർഷം കൂടി തടവുണ്ട്. ഇത് പക്ഷേ 20 വർഷത്തെ കഠിന തടവിനൊപ്പം അനുഭവിച്ചാൽ മതി. ജീവപര്യന്തം തടവാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിലും 20 വർഷം കഠിന തടവിന് വിധിക്കുകയായിരുന്നു. പൾസർ സുനി 7.5 വർഷം റിമാൻഡ് തടവുകാരനായിരുന്നു. മറ്റു പ്രതികളും 5 വർഷത്തോളം തടവിൽ കഴിഞ്ഞതാണ്. ജയിലിൽ കിടന്ന കാലയളവിൽ കോടതി ഇളവ് നൽകിയിട്ടുണ്ട്. ഉദ്വേഗജനകമായ ഒരു പകൽ നീണ്ട കാത്തിരിപ്പിനും വാദപ്രതിവാദങ്ങൾക്കും ശേഷമാണ് പ്രതികൾക്കുള്ള ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. പ്രതികളുടെ പ്രായം കൂടി പരിഗണിക്കണമെന്നും എല്ലാ പ്രതികളും 40 വയസ്സിന് താഴെയുള്ളവരാണെന്നും കോടതി വിധിയിൽ പറയുന്നു. ശിക്ഷാവിധി പ്രഖ്യാപിച്ചപ്പോൾ പ്രതികളുടെ പ്രായത്തിനൊപ്പം കുടുംബസ്ഥിതിയും കണക്കിലെടുത്താണ് പ്രതികൾക്ക് കൂട്ടബലാത്സംഗ കേസിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതേസമയം അതിജീവിത കടന്നുപോയത് വലിയ ട്രോമയിൽ കൂടിയാണെന്നും വിധിയിൽ പറയുന്നു. അങ്ങേയറ്റം സെൻസേഷണൽ കേസെന്ന് കോടതി പറഞ്ഞെങ്കിലും അത് വിധിയെ ബാധിക്കില്ലെന്നും വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി. ഒരു പെൺകുട്ടിയുടെ അന്തസ്സിനെ ഹീനമായി ഹരിക്കുന്ന ക്രൂരകൃത്യമാണ് പ്രതികൾ നടത്തിയത്. ശിക്ഷയിൽ മേലുള്ള വാദം പൂർത്തിയാക്കിയ ശേഷമാണ് ജഡ്ജി ഹണി എം വർഗീസ് വിധി പറഞ്ഞത്. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, ഇത് പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇത് പ്രകാരമാണ് കോടതി വിധി പറഞ്ഞതും. തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂവെന്നാണ് പൾസർ സുനി പറഞ്ഞത്. തന്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെന്നും താനാണ് കുടുംബം നോക്കുന്നതെന്നും രണ്ടാം പ്രതി മാർട്ടിൻ പറഞ്ഞു. ശിക്ഷാവിധി കേട്ട് മാർട്ടിൻ പൊട്ടിക്കരഞ്ഞു. തനിക്ക് ചെറിയ കുട്ടികളുണ്ടെന്നും നിരപരാധിയാണെന്നും മണികണ്ഠൻ കോടതിയോട് പറഞ്ഞു. എന്നാൽ 6 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യം. സുനി മാത്രമല്ലേ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. യഥാർത്ഥ പ്രതി മറഞ്ഞിരിക്കുകയാണെന്നും കുറ്റം ചെയ്തത് എല്ലാവരും ചേർന്നാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അനാവശ്യ വിവാദങ്ങൾ തുടക്കം മുതൽ സൃഷ്ടിച്ചെന്നും തന്റെ ഭൂതകാലം തിരയേണ്ടവർ തിരഞ്ഞോളൂവെന്നും ജഡ്ജി ഹണി എം വർഗീസ് വാദത്തിനിടെ പറഞ്ഞു. പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനും കോടതി നിർദ്ദേശിച്ചു. കേസിലെ നിർണായക തെളിവായ പെൺഡ്രൈവ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജാഗ്രതയോടെ സൂക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ 8ാം പ്രതി നടൻ ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ നേരത്തെ കോടതി വെറുതെ വിട്ടിരുന്നു. News 18 കൊച്ചി.